നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അഭിചേട്ടൻ ബാക്കടുത്ത് എല്ലാവരും ഉണ്ട്. ഡിഗിയാത്ത് വെച്ച് വെച്ചാ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഉടനെ യാത്ര ചെയ്ത് അടുത്ത സ്ഥലം പിടിക്കേണ്ടതാണ്. വെയില് പൂക്കുന്നതിന് മുമ്പ് ഞാൻ ഫ്രണ്ട് ചെയ്തോളാം. അഭിചേട്ടൻ പുറകെ ഇരിക്കാൻ പോകും. നമുക്ക് എന്തായാലും കേറാം. അയ്യോ, നമ്മൾ അപ്പോ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാ ശരിക്കും പോണേ? അഭിചേട്ടൻ മാപ്പം കൊണ്ടുണ്ടേ കാണക്കരി ഇടാനുണ്ട്. നേരെ കാണക്കരി. ആ അന്തസ്. ആ എന്താ അല്ലേ എവിടുന്നാ കഴിക്കുന്നേ? അഭിചേട്ടനാണ് കഴിച്ചത് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് വന്നിട്ടുള്ളത്. അതെ അതെ അതെ. മാപ്പ് മാപ്പ്. ചുറുചുറുക്ക എന്ന് മലയാളത്തിൽ പേര് മറ്റൊരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം പോയ വഴിക്ക് താണ് കണ്ടും ഇഷ്ടപ്പെട്ട് കയറി. എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ എന്ത് കഴിക്കാറുണ്ടല്ലോ. ഇനിയിപ്പം ഇത് ബ്രഞ്ച് അടിക്കേണ്ടി വരും. ബ്രഞ്ചിന്റെ വൈബിലായി. ചേട്ടാ നമ്മൾ എന്നാ കഴിച്ചാ കഴിച്ചേ? ഞാൻ ബില്ലടിക്കാൻ പോലെ അങ്ങനെയല്ല, ഞാൻ മൊത്തത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എടാ എന്നാണെങ്കിലും നമ്മളപ്പം ഞാനൊരു പൂരി കഴിച്ചു. അടുത്ത് പൂരി കഴിച്ചോ? അങ്ങനെ സാധനം അടുത്ത പൂരി വന്നോണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് മതി ചേട്ടാ മതി. കേട്ടോ പൂരി അതെന്നെ കാണിക്കണം. അവർ എൻ്റെ തന്നെ എടുത്തോണ്ടോ? ഇത് ആകെ ഇച്ചിരി ഉള്ളു. എച്ചിയാണ് കൊല്ലക്കാരെ കറത്തില്ല. കിഡ്നി വേണം നിനക്ക് അഭിചേട്ടൻ്റെ. ചായ കുടിക്കാതുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇത് ആക്ച്വലി. ഇപ്രാവശ്യത്തെ എന്താ പറയാ ബ്രഞ്ചായി. ഇപ്പം ബ്രഞ്ച് അവർക്കാർക്കും ചായ വേണ്ട. ഞാൻ റോഷിയുണ്ട് ചായ കുടിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കാം. കുഴപ്പമില്ല. ഇവിടുത്തെ ചായ ഇത്ര ഉള്ളൂ കേട്ടോ. പക്ഷെ എന്തായാലും നമ്മളങ്ങനെ കഴിച്ചു കഴിഞ്ഞ് അയ്യോ എന്റെ സീറ്റ് മാറ്റപ്പെട്ട് എന്നെ ഇവിടെ പുറയും തള്ളി. എന്റെ കൊച്ച് എന്നെ വീഴ്പടങ്ങനെ ഓർച്ച കഴിഞ്ഞിരിക്കുക. പുറകോട്ട് തള്ളാൻ പറ്റൂലേ? മുടിയില്ലാത്ത ജീവിതത്തെ പറ്റി ആലോചിക്കുന്ന റോൺ സാർ, കേരളത്തിലെ വാർത്തകൾ ചൂടോടെ അറിയാൻ വേണ്ടി ഫോൺ എടുത്ത് നോക്കുന്ന റോഷി സാർ, 160 പോയിട്ട് വണ്ടിക്ക് മൈലേജ് എന്ന് പറയുന്ന അഭിസേട്ടൻ, ഇൻസ്റ്റഗ്രാമിലെ എല്ലാ റീലും കണ്ടു തീർത്ത ആവശ്യതയോടെ കിടക്കുന്ന ജിബിൻ സാർ. നമ്മളപ്പോൾ അങ്ങനെ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ എന്നാ അതെന്റെ ആയിരിക്കും. അപ്പോൾ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ അങ്ങനെ ഫൈനലി വി ആർ ഓൺ ദ വേ ടു പളനിക്ക് പോവല്ല, പളനിക്ക് പോകുന്ന വഴിക്കുള്ള വഴിയിലാണ്. അയ്യോ അടുത്തിടാം രക്ഷയില്ല. നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ റോഷി സാറായിരുന്നു. ജിബിൻസ് അയ്യോ എൻ്റെ ജിബിൻസ് കൊച്ചിനെ ഇറക്കിയില്ല. എൻ്റെ കൊച്ചു വന്ന് എൻ്റെ കൊച്ചിനെ ഇറക്കട്ടെ. എൻ്റെ കൊച്ചിനെ ഇറക്കിയില്ല. ഇതിൻ്റെയൊക്കെ എടുത്തോണ്ട് ഓക്കെ. ജിബിനെ ഇറക്കാതെ എന്നാടാ ഇത്? എവിടാ എൻ്റെ സുന്നി എന്ത് ചെയ്യും? ഇറക്കി ഇടയ്ക്ക് ഇവിടെയാടാ എന്നാടാ? മഹാമാതി അവിടെ തോന്നിപ്പോ നീ മേടിക്കണ്ടാ. ഞാൻ എടുക്കുന്നത് എന്നാ നമുക്ക് പോയേക്കാം. ഇങ്ങോട്ട് ഞാൻ പിടിക്കാം. ഞാൻ പിടിച്ചിറങ്ങിക്കൊണ്ട് മഹാത്മാതി പോടാ. മഹാത്മാതി ഇങ്ങ് വാ. അവിടെ ഉണ്ടോ 20 റോഷേ? യോ ഗാന്ധിജി സാർ. റോണിനെ പെട്ടെന്നാണ് ഗാന്ധിജി പേരുണ്ട് കഴിച്ചപ്പോ. ഇതാണ് ഉള്ളി. ഇതാണ് കാട്ടുള്ളിയാണോ ചെറിയ ഉള്ളിയാണോ?
മറ്റേ ഡിസ്ക്രൈബ് ഇങ്ങനെ ഇരുന്നിട്ട് ജീവിത് എന്റെ പൊന്നട നീ അടി മേടിച്ചു തരുമോ? ഇല്ല 2 ഉള്ളി കുറച്ചാ കിട്ടോ? ഓ എടാ വിഷയാണ് കേട്ടോ അത്. മമ്മിക്ക് കൊടുക്കാം. മമ്മി മിക്കാറും മുട്ടക്കകത്ത് ഉത്സവം അടിച്ചു തരുമായിരിക്കും അല്ലേ? ഇങ്ങോട്ട് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യണ്ടല്ലോ. ആരോ കട്ടൻ വീഡിയോ വലിച്ചിട്ട് പോയ സ്ഥലമാണ്. എന്തായാലും നമ്മൾ ആ കർത്തവ്യം അങ്ങ് നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആ കർത്തവ്യത്തിൽ നിന്ന് നമ്മൾ വിരമിച്ചുകൊണ്ട് ജിവിനുള്ള ഉള്ളി പോക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ജിവിൻ രാത്രി ബീഫിന് പീസ് പോക്കറ്റ് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഉറക്കപ്പിച്ചെടുത്ത് തിന്നും. വെങ്കായോ അയ്യോ. ഓ അഭിച്ചേട്ടൻ പീച്ച് തുടങ്ങി തോന്നുന്നു കേട്ടോ. അതെ എടാ അഭിച്ചേട്ടൻ വേറെ ആരോടെയാണ് ഇരിക്കുന്നത്? റോഷി ബാഗൊക്കെ ഇട്ടായിരിക്കുന്നത്. റോഷി ബാഗ് ഒന്ന് ഊരിക്കളയാ. ശരി നമുക്ക് അത് കീറ്റാം. നോക്ക് റോഷി ബാഗ് ഇട്ട് എപ്പോഴും ഇരിക്കുന്നുണ്ട്. ആരാണ്ട് അടിച്ചോണ്ട് നിർത്തോണ്ട ബാഗ്. അവന്റെ ബാഗ് പുറകിലുണ്ട്. ഇതെന്നടാ കഴിക്കാൻ ഇടുക എന്നുള്ളതാണോ? എന്തുവാടാ ചൂട് തീരെയില്ല കേട്ടോ. വേറെ ഒന്നും ഇല്ല കഴിക്കാൻ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പുതിയ ബെറ്റ് വട ഒന്നും വേണ്ട. മതി പറഞ്ഞു വെച്ചാ. ഓ എന്നാ കഴിപ്പാ വെച്ചാ പശുവൊക്കെ തിരുന്നാല്. ആർക്കും കൊടുക്കാതെ പെട്ടെന്ന് നൽകുക. അതെന്നാ തട്ടിപ്പറിക്കല്ലേ? ആരാ? ഓ ഇങ്ങനെ പുറമ്പോക്കാണോ? ഇന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ബിജി മിക്കാറും ഉറക്കം വെച്ച് ഉള്ളി എടുത്ത് വായിലിടും. ചിക്കൻ ബീഫ് പീസ് അതോർത്തുണ്ട് ഇന്നലത്തെ പോലെ. ഉള്ളി എടുത്ത ചാടി കേട്ടൂലേ ഒറ്റക്കടി നാക്ക്. ഇന്നലെ ഞാൻ ഓർക്കില്ല, ഞാൻ അടുത്ത് കട്ട വല്ലതും ചാടി തന്നെ ആയിരിക്കുന്നു. ഇല്ലില്ല എടാ എന്നാ അറിയാം പുള്ളി മറ്റേ ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് പിണഞ്ഞു കിടക്കുന്നത്. പാമ്പ് ഇണയായിരുന്നു അല്ലെ. സീറ്റ് ബെൽറ്റ് പുള്ളിയുടെ തലയായിട്ട് ഇങ്ങനെ ഇണ ചേർന്ന് കിടക്കുവായിരുന്നു. ജിവിൽ ഉറക്കുമല്ലേ അത്? അങ്ങനെ പറയല്ല. പിന്നെ കണ്ണു നടന്ന് വേളാങ്കര എത്തപ്പോഴാതെ ഉള്ളു. നീ എന്നെ ഓർത്തോണ്ട് നീ ഉണ്ടല്ലോ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നീ ഇമ്മായിരുന്നേ. ആ ഗൈസ് നമ്മുടെ കാപ്പി ഒന്ന് ഇരിക്കുകയാണ്. യെസ് ഈ കപ്പ എനിക്കണം തരത്തില്ല. ആ കടാ മനസ്സിലായി. നമ്മള് കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കാപ്പിക്ക് ഭയങ്കര മധുരമാണെങ്കിലും ബാക്കിയുള്ളത്. വി ആർ ഗോയിങ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ശകടം. ഇതാണ് കേട്ടോ റോൺ സാറിൻ്റെ ക്രിസ്റ്റയാണ്. നമ്മളിന്ന് ക്രിസ്റ്റയിലാണ് പോകുന്നത്. കേട്ടോ ജിബിൻ സാർ അന്ന് നിന്നും ബാക്ക് സീറ്റ് ഉള്ളി കേട്ടോ. നിങ്ങളെ കിടന്ന് അറമാതിക്കാൻ പീസ് വെക്ക് പീസ്. നോക്ക് വണ്ടിക്കകത്ത് വല്ല വീണാലാ ചേട്ടാ. ചിരിയൊക്കെ അങ്ങ് മാറും, യോയൊക്കെ മാറും. 1000 രൂപയോ? 600 വിജടാ. പിന്നെ നോക്ക് നടക്കുവാ. ഓ മമ്മി ഹാപ്പി ആവും. ഇത്രയും പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു മകൻ. ഇങ്ങനെ എച്ചി കണക്കറിയില്ല എണ്ണ അടിച്ചതിന്. എന്തായാലും ഇത്ര സുഖകരമായിട്ട് വണ്ടി യാത്ര ചെയ്തില്ല ചേട്ടാ. അത് സത്യ. മറ്റേ കണ്ണാടി എടുത്ത് വെച്ചോ നീ? പക്ഷെ ആ കണ്ണാടി വെച്ചിട്ട് ഫോട്ടോ വേണ്ടായിരുന്നു. മറ്റേ റോൺ ഇപ്പൊ പുതിയ ഒരു കണ്ണാടി വെക്കുക. അത് കഴിയുമ്പോൾ റോണിനെ കാണാൻ ആരെപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അവിചേട്ട വെക്ക. ആദ്യം ഒന്ന് അവിചേട്ട വെച്ച് തീരട്ടെ. 35,000 രൂപയുടെ കണ്ടോ? ആരെപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് കണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് തോന്നില്ല കേട്ടോ. കണ്ടോ?
സൈഡിൽ കൊള്ളാം ജിമ്മിന് വെക്കണോടാ വേണോ പൊടിയൊക്കെ അയ്യോ പപ്സിന്റെ വായ്പൊടി എടാ ഇത് എടാ മറ്റേ അവന്റെ പേരെടാ ശരിക്കും പറഞ്ഞ എടാ ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ പപ്സിന്റെ എന്തിലാണ് എടാ റോണ് അവന്റെ പേരാണ് ക്യാരക്ടറിന്റെ പേരാ ഷിഗാവത് ആ മറ്റേ മറ്റേ ഓ ഇവനുണ്ടല്ലോ സിനിമയുടെ പുഷ്പയ്ക്കകത്തെ അതേ കണ്ടുണ്ട് കേട്ടോ റോൺ താടിയൊക്കെ വെച്ചിട്ട് മാരക നിൽക്കും ആ ഷിക്കാവത്ത് അയ്യോ നമ്മുടെ ഫ്രണ്ടിത്തെ ഷിക്കാവത്ത് പോയോ പിണങ്ങിയോ വെച്ചടാ ആ ഒന്നുമില്ല ചോദിച്ചതേ വേണ്ട വേണ്ട ഓ റോഷി സാർ മപ്പായിട്ട് ഓടിക്കുന്നു റോഷി സാർ കാറൊക്കെ കിട്ടി എടാ അപ്പുറത്തൂടെ കുത്തറ മേൽക്കാതെ കുത്തിയാലോ നമുക്ക് എടാ സെറ്റ് ആയിക്കണം ആ ശൂലം കുത്തുന്ന പോലെ കാർത്തിക് സൂര്യയുടെ ആളല്ലേ കിട് തന്നെ നീ വെയിലിനെ പോലും വകവെക്കാതെ നമ്മൾ ഇവിടെ സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് കാര്യം അപ്പൊ അത്യാവശ്യം ഒരു എത്ര 4 മണി 4:30 ആയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല വെയിലാണ് നമ്മള് ഇപ്പൊ നമുക്ക് ഇവിടെ തമിഴ്നാട്ടിലേക്ക് വരും നമുക്ക് ഈ സാധനമാണല്ലോ മെയിൻ എന്തായാലും നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുക്കാം ഡ്രോൺ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ആകാശ ദൃശ്യങ്ങളിലേക്ക് പോവാം ഓക്കേ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടില്ല റിവ്യൂ കാണിച്ചുതരാം. ഹലോ അടിപൊളി റിവ്യൂ ഉണ്ട്. നൈസല്ലായിരുന്നു ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷൂട്ടിംഗ് എല്ലാം ഇവിടുത്തെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കയറി നമുക്ക് എന്തായാലും നമ്മൾ അവിടുന്ന് നമുക്ക് എടുത്തു. പിന്നെ അടുത്തൊരു സ്ഥലത്ത് നല്ല അടിപൊളി റിവ്യൂ നല്ല പാടവും പിന്നെ അവിടെ കുറച്ച് തെങ്ങ് പിന്നെ 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 അത് ഇവിടെ ആണെങ്കിലും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ. നേരത്തെ നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഉണങ്ങിക്കിടങ്ങുന്ന സെറ്റപ്പാണ്. ഒരു അടിപൊളി സ്ഥലം. നമ്മളെന്തായാലും കുറച്ചുകൂടെ വിശ്വാസങ്ങൾ കാണുക, കണ്ട് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കുറച്ച് വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞ് സൂര്യൻ അസ്തമയമായിരിക്കുന്നു. കൊള്ളാം കേട്ടോ, നല്ല കട്ട ആംബിയൻസ് വൈവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് വിഷ്വൽസ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ വിഷ്വൽസൊക്കെ ആസ്വദിച്ചാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ തുടരെ വരുന്നതാണ്. നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, നമ്മുടെ പുരച്ച് തലൈവർ ഓൺ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 സ്റ്റെപ്പ് ഇട്ട് അത് മാസം കാണിച്ചുവിനെ കാലിളക്കി 2 സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിച്ചിരിക്കുന്നതിനെ. നമ്മളിപ്പോ എന്തായാലും ഫുഡ് കഴിക്കാണ്ട് ജിവിൻ സാറിന് ഗ്യാസ് തീർത്തണമെങ്കിൽ പിന്നെ ജിവിൻ സാർ എല്ലാം ഞാൻ മാറും. ആയതിനാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ്. അടുത്ത കേട്ടോ എന്താടാ ഈ മീൻ വെന്തിട്ടില്ലെന്ന്. എടാ ശരി കേട്ടോടാ, ഇത് നമുക്ക് വേണ്ട, നമുക്ക് ഇത് കാണത്തുന്നത് ഇത് കൊള്ളാം. ഇതെന്നടാ അത് ദാറ്റ് പെൺ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് കഴിക്കട്ടെ. ജിവിൻ സാർ ഉമ്മ വന്നിരിക്കുന്നത്. റോൺ സാർ എനിക്ക് മാപ്പ് തന്നല്ലേ അന്ന് തന്നെ നമ്മുടെ റോൺ സാർ ലുക്കിംഗ് ലൈക്ക് വാവ്. കൊള്ളാട്ടോ, വൃത്തികേടില്ല. നമ്മൾ കൊല്ലങ്കോട് എത്തി എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഇനി ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ
അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നൊക്കെ പോയി കിടന്ന് ഉറങ്ങണം. ഞാൻ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ്, ബാക്കി എല്ലാവരും ബിരിയാണി വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിച്ചു കഴിഞ്ഞിട്ട് പറയണോ അവനൊന്നും പറയാനില്ല. അവന് ഞാൻ രാവിലെ തൊട്ട് ബാഗ് ഇട്ടോണ്ടിരിക്കുക. ഓ അവനൊരു ബാഗ്, ഒരു ടിപ്പിക്കൽ ടീഷർട്ട് ആട്ടോ, ഒന്നും പറയാനില്ല. മഹാത്മാഗാന്ധിക്ക് മപ്പ് കേട്ടോണല്ലേ. വടിയില്ല എടുക്കാൻ പറഞ്ഞു. വടി നമുക്ക് നാളെ കൊല്ലംകോടത്ത് ഇവിടെ ഇറക്കം ഒരു വടിയൊക്കെ വെട്ടാം. നീ പ്രാർത്ഥിക്കണോ? ജിമി കഴിക്കുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടോ. ജിമി എന്നാ ഗുളിക കളിച്ചില്ലേ അതൊക്കെ? നീ തിരിക്കുന്നന്നെ. നീ അങ്ങനെ ഒന്നും പറയാല്ലേ? പറയല്ലേ ജിമി വാ തുറന്ന്. അവൻ വാച്ച് തീയണേ അതിനാ അഭിച്ചേട്ടൻ വല്ല വഴക്ക് പറയോ? നിന്റെ നാക്ക് അഭിച്ചേണ്ട വീഴണോ? പുതു തലമുറയിലെ പിള്ളേർ എന്തായാലും എല്ലാവരും ഉണ്ടോ ഫുൾ ഫോണെ കളി. അത് എനിക്കത് കാര്യമില്ല. ഐ ഡോണ്ട് കെയർ ബ്രോ. കൂടെ ഗൈസ് പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ ദേ ഗൈസ് നോക്ക്, ജിമി മൊട്ട അടിച്ച ഫോട്ടോ എന്നെ കാണി കാണുകളാ. മിസ്സടോ നയർ അന്നും ഉണ്ടായത് ഇന്നും ഉണ്ടായത് ഇതിന് വേറെ കുഴപ്പമില്ല. ഒരു ജിമ്മിൽ പോകുന്നുണ്ട് ഗൈസ്. ജിമ്മിൽ പോകുന്നുണ്ട്. ഭയങ്കര ഡയറ്റിലുമാണ്. ഡയറ്റ് ഫുഡ് ഇപ്പൊ വരും. മുട്ട അടിക്കുന്ന തലേ ദിവസം മുട്ട അടിച്ച അന്ന് വീട് റോണായിട്ട് നല്ല മാച്ചിങ് ഉണ്ട് കേട്ടോ. ഈ റാങ്കിൽ എനിക്ക് അതും ഇതും തന്നെ ഇല്ലല്ല, എനിക്ക് അത്ര മാച്ചിങ് വരുത്ത കാര്യമില്ല. മുട്ട അടിക്കാനാണ് ഗൈസ്. അയ്യോ ഭയങ്കര ചൂടാ. കൊല്ലം കൂടെ ഭയങ്കര ചൂട്. നാളെ പാളെ പോവാതിരുന്നാ മതിയാണ്. അയ്യോ മടുത്ത ഇവനെ. നീ മടുത്ത ഇവനെ. നീ പുറകിൽ എന്നാണിക്കോ തന്നെയാണ് തന്നെ പരിപാടി. ഈ ക്യാൻഡി ക്രഷ് മുഴുവൻ തീർത്തതിനെ. ക്യാൻഡി ക്രഷിനെ സിയോ നിന്നെ വിളിച്ചെന്നൊക്കെ കേട്ട് പുതിയ ഗെയിം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നീ ആദ്യം ഡെവലപ്പറായിട്ട് ക്യാൻഡി ക്രഷിന്റെ ഡെവലപ്പറല്ല ടെസ്റ്ററായിട്ട് ജിവിനെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. ജിവിൻ കക്കൂസി വരാൻ ക്യാൻഡി ക്രഷ് കളിച്ചോണ്ട് പോകുന്നതാണ്. മൈ മിസ്റ്റേക്ക് അപ്പൊ ചേട്ടാ പഴയ ജിവിനെ കാണിച്ചേ. പഴയ ജിവിനെ ബ്ലർ ചെയ്ത. അയ്യോ 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 പാവം. നമ്മള് കണ്ട അങ്ങനെയൊക്കെ തന്നെ നമുക്ക് വിഷയമുള്ള കേസല്ലേ. ഫോൺ തിന്നുവാണോ അത്? എന്തിനാ ഫുഡോടാ മടുത്ത് ഗൈസ്. ഭയങ്കര ചൂടാണ്. ഈ ഗൈസ് വിളിക്കുന്നത് മാറ്റി എന്ത് വേണമെന്നുള്ള ഒരു അധിക ചർച്ചയിലാണ് ഞങ്ങളെല്ലാവരും. ഒന്നും തരാൻ കിട്ടിയില്ല. എന്നോടാവുകയെന്നൊക്കെ പറഞ്ഞല്ലോ ഇനി തുടങ്ങണത്. അതെ ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങൾക്ക് എല്ലാവരും സുഖമാണോ? കൂട്ടുകാരെ സുഹൃത്തുക്കളെ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സജഷൻസ് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്നുള്ള വിലയേറിയ അഭ്യർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ എന്നോടാവേ ഏറ്റവും പിറണാവേ ആ സ്കീം പിടിച്ചല്ലോ കോട്ടയം സ്ലാങ്. പക്ഷെ സാധനം കിട്ടത്തില്ല. പിന്നെ ഏതൊരു സാധനം നമ്മൾ ആദ്യം ഇറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വിരോധാഭാസം വരും. അതാണ് അതിൻ്റെ നെഗറ്റിവിറ്റി. ഇപ്പം നെഗറ്റിവിറ്റിയാണ് എല്ലാവരും പബ്ലിഷ് ചെയ്യുന്നത്. വൈബ് അയക്കണം. വൈബ് പിള്ളേരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർഡ്സ് ഇംപ്രവൈസ് ചെയ്യണം. ആ രീതി സെറ്റ് ചെയ്യണം അല്ലേ? അതാണ് ഗൈസ്. അതാണാവേ അല്ലടാവേ അങ്ങനെയല്ല പറയടാവേ. എടാവേ പറടാ. ഇതാണ് ജിവിനൊന്നും പറയല്ല. ജിവിൻ എന്താടാ ഓ മോന് ഇന്നങ്ങ് മഴ വീണതല്ലേ കൊല്ലംകോട്. ഓ സീനാവും. ക്ഷേത്രം നാളെ മഴത്തോടെ ഓടും. കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ബിരിയാണി ചില്ലി ചിക്കൻ കാണാ പറഞ്ഞേ. എനിക്ക് വേണ്ട. എനിക്ക് ഞാൻ കഴിക്കില്ല. ഞാൻ നോയമ്പ് എടാ ഞങ്ങള് സത്യക്രിസ്ത്യാനികളൊക്കെ അങ്ങനെയാ നോയമ്പൊക്കെ എടുക്കും. ഇന്നേതാ ദിവസം? ഇന്നലെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച. സത്യക്രിസ്ത്യാനി ജീവനോട് ഇല്ലല്ലോ. മരിച്ചു.
വെള്ളിയാഴ്ച 12 മണി 12 മണിക്കാണ് ചിക്കൻ ഫ്രൈ ആര് കഴിച്ചു? ഇവരെന്നെ മനഃപൂർവ്വം കരി വാഴ്ത്തേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്റെ പൊന്നടാവി ഒന്നും പറയണ്ട. എന്നാണോ പോയത്? ഇനിയിപ്പോ അത് പറ. നവി വല്ലതും പറയണേ നവി. അപ്പ് ഫൈനലി എന്റെ വന്നു. ഇനി ഫ്രൈഡ് റൈസ് കഴിക്കട്ടെ. അപ്പം ഇനി കാഴ്ചകളൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ബൈ. യെസ് വി റീച്ച് ജ്യോതിസ് റെസിഡൻസി. നമ്മൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ റോഷിയേട്ടായി നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊട്ടസുഗു ലഗേജ് അൺലോഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ പെരേര എന്തെടുക്കുന്നു? പുള്ളിയുടെ ബാഗ് എടുത്തോണ്ട് എവിടെയോ പോകുന്നു. പിന്നെ ഉള്ളി പെരേര ഉള്ളി എടുക്കുന്നു. കാട്ടുള്ളി കാട്ടുള്ളി പെരേര. അത് വേണം. എടാ അങ്ങനെയാടാ അണ്ട് മൂക്കിനോട് ഇരിക്കോട്ടെ അടി ഇത് പോണ്ടി അവരുടെ കാട്ടുള്ളി പെരേര പൂണ്ടികളാ പൊട്ട പൂണ്ടിയുടെ ജീവൻ കിക്കായി. സാധാരണ ഉള്ളിയാടാവേ നീ ചുമ്മാ ഇരുന്നേ. നമ്മളെന്തായാലും ഇത് ക്ലീനിങ് പ്രോസസ്സിലാണ്. ഇത്ര ലഗേജ് നമ്മൾ റൂമിൽ പോയിന്ന് കിടക്കണം. കിടന്നുറങ്ങാൻ രാവിലെ എണീക്കാം. രാവിലെ എണീറ്റത്തെ കാര്യമൊക്കെ രാവിലെ കാണാം. അത് നേരത്തെ പറഞ്ഞതിൻ്റെ വൈബങ്ങ് പോകും. സെറ്റ് റോൺ സാറിന് മ്യൂസിക് ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ കണ്ടോ റോൺ സാറിന് സ്പെഷ്യൽ മ്യൂസിക് ഉണ്ട് ഗൈസ്. ഏതാ മൂഡ് തുറക്കണേ ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ആദ്യം തന്നെ ബാത്റൂം കാണിക്കാം. ഇതാണ് നമ്മുടെ ബാത്റൂം. കോശി ബാത്റൂം ചെക്കിംഗ് ആണ്. കോശി ബാത്റൂം ഒക്കെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും നമ്മൾ ഹായ് ജിബിൻ സാർ. നമ്മൾ ഇന്ന് താമസിക്കുന്ന റൂം അവിടെ എത്തിയിട്ടുണ്ട്. എണീറ്റ് നിന്റെ റൂമിൽ പോടാ. ഞാനും റോഷി സാറ് ജിബിനെ ഞാനവിടെ. അപ്പം നമ്മൾ ഇന്ന് ഇത് റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ കിടന്നിട്ട് നാളെ അതിരാവിലെ എണീറ്റ് എവിടെയും പോകത്തില്ല. നാളെ ഇന്ന് ഫുള്ള് ഇവിടെ കിടന്നുറങ്ങും. എന്തൊരു സന്തോഷം. മടുത്ത് ശരിക്കും മടുത്ത് ഇല്ലേടാ. മടുത്ത് വാസവണ്ണൻ. അയ്യോ ശരിയാട്ടോ വാസവണ്ണൻ ലുക്കോട്ട് കേട്ടോണേ. സ്റ്റീവ് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതെ അയ്യോ ഇവർ രണ്ടുപേരും കുളിക്കണോ? എന്താ രണ്ടുപേരും ഇവര് തുണി മറച്ചിട്ട് ഫ്രിഡ്ജുണ്ട്. മിനി ബാറാണോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതിനെ പറട്ടെ തണുപ്പൊന്നുമില്ല. പിന്നെ അതൊന്നും ഓണാകണ്ടേ. നമ്മളപ്പോ അങ്ങനെ റൂമിൽ നിന്ന് ജസ്റ്റ് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാണ്. പുറത്തോട്ട് ഇറങ്ങിയ ഇച്ചിരി ലഗേജ് എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ലാപ്പൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ തീരുകയാണ്. അമ്മമാരൊക്കെ മേളിൽ കുളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും 2 റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. കൊള്ളാം. അത്യാവശ്യം കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ നെന്മാറ വേല നടന്ന സ്ഥലം. നെന്മാറ വേലയാണെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്. എന്തായാലും നാളെ നമുക്ക് അതിൻ്റെ നല്ല കുറച്ച് വിഷ്വൽസൊക്കെ കാണാനുണ്ട്. അവിടെ ഒരു കുളവും നല്ല വലിയൊരു അമ്പലവും നടുക്കൊരു പാടവും എല്ലാം ഉണ്ട്. എന്തായാലും ഇന്ന് എല്ലാവരും മടുത്ത് ഇനിയിപ്പം ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടുതലാണ് എന്ന് തോന്നുന്നു. പിന്നെ നാളെ അത്യാവശ്യം കോണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും അടിച്ച് പൊളിച്ച് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് വ്ളോഗ്, എനിക്കറിയാം ട്രിപ്പ് വ്ളോഗ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും എന്തെങ്കിലും തെറ്റും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ.